ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുടെ കറൻസി മൂല്യം ഇനിയും ഇടിയാൻ സാധ്യത. ഡോളറും ഗൾഫിലെ കറൻസികളും കൂടുതൽ കരുത്താർജിക്കാനും സാധ്യത. ദക്ഷിണേഷ്യൻ കറൻസികളിൽ ഇന്ത്യൻ രൂപ, പാകിസ്ഥാൻ രൂപ, ഫിലിപ്പീൻസ് പെസോ എന്നിവയെല്ലാം വരും ആഴ്ചകളിൽ UAE ദിർഹത്തിനെതിരെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വഴുതി വീഴാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ ഒരു UAE ദിർഹത്തിന് 23 രൂപ 25 പൈസയായി മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഇതിനിയും കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ദുബായിൽ പുതുവർഷ ദിനത്തിലെ അവധി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് എല്ലാ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ജനുവരി 1 ബുധനാഴ്ച അവധിയായിരിക്കും. ഫെഡറൽ അതോറിറ്റി ഇതിനു മുമ്പേ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും ദുബായ് സർക്കാർ ഇന്നാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയത്. അബുദാബിയിൽ ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റിൽ മാറ്റം. കൊമേഴ്ഷ്യൽ ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഇനി മുതൽ മഞ്ഞയായിരിക്കും. അതേസമയം വ്യക്തികളുടെ പേരിലുള്ള ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം ചുവപ്പായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. വരുന്ന ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പുതുവത്സരാഘോഷം ദുബായിൽ തൊഴിലാളികൾക്കായി സമ്മാനങ്ങളും ആഘോഷങ്ങളും. അൽക്കൂസ്, അൽ മുഹൈസിന, ജബൽ അലി എന്നിങ്ങനെയുള്ള ഇടങ്ങളിലാണ് തൊഴിലാളികൾക്കായി പ്രത്യേക ആഘോഷ പരിപാടികൾ ഒരുക്കുന്നത്. പരിപാടികൾ ഡിസംബർ 31 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കും. 10,000-ലധികം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അൽക്കൂസിലെ ആംഫി തിയേറ്ററിലാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത്. ആഘോഷ പരിപാടികൾക്കെത്തുന്ന തൊഴിലാളികൾക്ക് 100-ലധികം സ്മാർട്ട് ഫോണുകൾ സമ്മാനമായി നൽകും. ഇതുകൂടാതെ 5 ലക്ഷം ദിർഹം വരെ ഡ്യൂവിന്റെ ആപ്പിലൂടെ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള അവസരവും ആഘോഷവേളയിൽ ഒരുക്കുന്നുണ്ട്. സൗദി അറേബ്യ ഇനി തണുത്തു വിറയ്ക്കും. നാളെ മുതൽ ഊഷ്മാവ് ചിലയിടങ്ങളിൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യത. തബൂക്ക്, അൽജഫ്, ഹായിൽ വടക്കൻ അതിർത്തികൾ, മദീന മേഖലയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് 4 മുതൽ 0 ഡിഗ്രി വരെ ഊഷ്മാവ് താഴാൻ സാധ്യത കാണുന്നത്. ഇനി പ്ലാസ്റ്റിക് കവറുകൾ ഇല്ലാത്ത ഒമാൻ. വരുന്ന ജനുവരി 1 മുതൽ കൂടുതൽ മേഖലകളിലേക്ക് കൂടി പ്ലാസ്റ്റിക് നിരോധനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഫാബ്രിക് സ്റ്റോർ, ടെക്സ്റ്റൈൽസ്, വാച്ച്, കണ്ണട, തയ്യൽ, മൊബൈൽ ഫോൺ, ഹൗസ് ഷോപ്പുകൾ, സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കാണ് പുതുതായി പ്ലാസ്റ്റിക് നിരോധനം വ്യാപിപ്പിക്കുന്നത്. ആശുപത്രികൾ, ഫാർമസികൾ എന്നിവിടങ്ങളിലായിരുന്നു ഇതുവരെ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിരോധനം ഉണ്ടായിരുന്നത്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമം ലംഘിച്ചാൽ വ്യക്തികൾക്ക് 50 റിയാലും സ്ഥാപനങ്ങൾക്ക് 1000 റിയാൽ വരെയുമാണ് പിഴ ഈടാക്കുന്നത്. കുവൈറ്റിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഇന്ന് UAE ഒമാനുമായും കുവൈറ്റ് ഖത്തറുമായും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:30 കളി ആരംഭിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ 4 പോയിന്റുകൾ വീതം നേടി ഒമാനും കുവൈറ്റുമാണ് മുന്നിൽ. ഇന്നത്തെ മത്സരത്തിൽ വിജയമോ സമനിലയോ വന്നാൽ പോലും ഒമാന് സെമിയിലേക്ക് നേരിട്ട് കടക്കാനാവും. ഗ്രൂപ്പ് ബിയിൽ 6 പോയിന്റുമായി ബഹ്റൈൻ 1-ാം സ്ഥാനത്താണ്.